ഒരുപാട് പേര് വട്ടം കൂടിയിരുന്ന് കൈകൊട്ടിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ. പക്ഷെ നോ രക്ഷ, അവൾ അനങ്ങുന്നില്ല. ഫോൺ കണ്ട മാമാട്ടി ചാടി വീഴുമായിരുന്നു. കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാനൊന്ന് ഫോൺ കവർ മാറ്റി നോക്കിയപ്പോൾ കാര്യം എനിക്ക് മനസ്സിലായി. നല്ല ഗ്ലേസിങ് ഉള്ള ഫോൺ കവറാണ് കേട്ടോ എൻ്റെത്. എനിക്കത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ ആദ്യമേ വിചാരിച്ചത് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയെന്നാണ്. പക്ഷെ അവൾ ആ ഫോൺ കവറിൽ ഇങ്ങനെ തലോടി വിടുമായിരുന്നേ. മാമാട്ടിക്ക് വേണ്ടി വാങ്ങിയ ഗ്ലാസ് ആയിരുന്നു കേട്ടോ ഇത്. കൗതുകം കൊണ്ടാണ് നമ്മളിത് വാങ്ങിയത്. പക്ഷെ അതിങ്ങനെ അടർന്നടർന്ന് പോകുന്നത് കൊണ്ട് വാവയുടെ അത് പോകില്ലേ, അതുകൊണ്ട് ഞാനത് സ്ക്രബ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാറ്റ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയമായി. ഒരുപാട് ഡയലോഗുകൾ കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അറിയത്തില്ല. മാമാട്ടി വലുതായെന്നേ നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ ഇത്. അവളിതേ ഭിത്തിയിലിട്ടിച്ചിരുന്ന സാധനങ്ങളൊക്കെ പറിച്ച് കയ്യിലെടുക്കാൻ തുടങ്ങി. അത് കണ്ടില്ലേ, ലൈറ്റിൻ്റെ സാധനം വരെ പറിച്ചെടുത്തു. പിന്നെ അപ്പൂസിന് പേടിയായി. അവൻ എന്ത് ചെയ്തായില്ല, കറണ്ട് കളഞ്ഞിട്ട് അവൻ മൊത്തത്തിൽ അഴിച്ചെടുക്കുവാണ്. രാത്രി 10:30 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ് നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൂസ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം തട്ടിപ്പറിച്ച് മേടിക്കുന്നു. അവളെ കിടക്കുന്നിടത്ത് തന്നെ കിടക്കത്തില്ല, ഉരുട്ട് പെരുട്ട് നല്ല പരിപാടി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൾ വലുതാകുമ്പോൾ സെറ്റാക്കാന്നും പറഞ്ഞ് നമ്മളെല്ലാം അതിൽ നിന്ന് അടർത്തി കളഞ്ഞേ.